വെച്ച് കഴിഞ്ഞാൽ ഒരു ഊണ് വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ പുതിയതായിട്ട് ഇങ്ങനത്തെ രുചിയിടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പോയി ട്രൈ ചെയ്യാതിരിക്കുന്നൊരു അഴുക്ക പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി കഴിച്ച് നോക്കും, എന്നിട്ട് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരും. ഒരു ദിവസം ഞാൻ മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് നല്ലതാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത്. അപ്പോൾ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ്, സലാഡ്, ചെറിയൊരു കഷ്ണം മീൻ പൊരിച്ചത്, പപ്പടം, അവിയൽ, തോരൻ, പിന്നെ 4 കൂട്ട കറികളും, പിന്നെ ഒരു സേമിയ പായസവും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 70 രൂപയാണ് ഈ ഒരു ഊണിന്. എന്തായാലും നല്ല രുചിയുണ്ട്. ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് 30 രൂപേൻ്റെ ഒരു മീൻ പൊരിച്ചതും കൂടെ വാങ്ങിച്ച്. അങ്ങനെ ഞാൻ രുചികരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ സേമിയ പായസം കൊണ്ടുവച്ചത്. അതെനിക്ക് വലിയൊരു അടിയായി പോയി. കാരണം ഞാൻ ഈ മീൻ പൊരിച്ചതും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല പായസം എനിക്ക് ഇഷ്ടമാണ്. സേമിയ പായസം പിന്നെ പറയണ്ട, കിളി അപ്പോഴേ പോകും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ആണെങ്കിൽ ഇവിടെ ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ബിരിയാണിയൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ നാടൻ ഊണ് കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഏറ്റവും ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം മൊത്തത്തിലാണ് ഇവിടെ നിന്ന് പാചകം ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇവിടുത്തെ. നമുക്കെപ്പോഴും മലയാളികൾ വേവിക്കുന്ന കട തപ്പിയല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കടയാണ് നമ്മുടെ ബ്ലോക്ക് മരത്തുനിന്ന് ഭജനയുടെ മുക്കിലോട്ട് പോകുന്ന വഴിക്ക് പമ്പിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു കട. അപ്പോൾ അതിൻ്റെ ക്ഷമയൊക്കെ നശിച്ച് ഞാൻ ചോറിൻ്റെ കൂടെ പായസവും കൂടെ വാരി കുടിക്കണം, അല്ലാതെ പറ്റത്തില്ല എനിക്ക്. ഇത് വെച്ചിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറെല്ലാം റെഡിയായി. ചോറൊക്കെ എല്ലാവരും വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സൈഡിലൂടെ വൈകുന്നേരത്തേക്കുള്ള പൊരിപ്പൊക്കെ ഇവിടെ ശരിയാക്കിയാണ്. ഒരു അങ്കിള് നിന്ന് അവിടെ നിന്ന് ഈ പഴംപൊരിയൊക്കെ പൊരിക്കുന്നു. ഒരു ആൻറ്റി ഇവിടെ നിന്നിട്ട് മോദകത്തിനുള്ള അവിലും പയറും എല്ലാം കൂടിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് മെയിൻ എന്ന് പറയുന്നത് ചിരിയാണ്. ചിരിച്ചോണ്ടാണ് നമുക്ക് ഫുഡൊക്കെ വിളമ്പി തരുന്നത്. അങ്ങനെ ചിരിയോട് വിളമ്പി തന്നാൽ നമ്മൾ എത്ര വേണമെങ്കിലും കഴിക്കും. ആഹാരത്തിൻ്റെ രുചി പോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ആഹാരം വിളമ്പി തരുന്നവരുടെ മുഖത്ത് ചിരിയൊക്കെ. ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ കല്ലി കണക്ക് നിന്നിട്ടായിരിക്കും വിളമ്പി തരുന്നത്. അപ്പോൾ ഫുഡ് ലാൻഡ് എന്നാണ് ഈ ഒരു കടേൻ്റെ പേര്. അപ്പം മലയാളം വേവിക്കുന്ന ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇവിടെ കയറി കഴിക്കുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാരെ, ഇപ്പോൾ ഹോട്ടൽ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചോറ്റുപാത്രമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഇപ്രാവശ്യത്തെ വെക്കേഷനൊക്കെ അങ്ങ് ചീറ്റിപ്പോയി, എങ്ങും പോയില്ല. പക്ഷെ നല്ല ഒന്നാന്തരമായിട്ട് ഫുഡ് അടിയൊക്കെ നടന്നു.